അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. പ്രവാസികൾക്ക് വേണ്ടി പറയാതെ വയ്യ എന്ന പരിപാടിയുടെ 100-ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവനിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട പ്രവാസികളെ, ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം വരിക്കുക എന്നതാണ്. നന്നായി മരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഈമാൻ സലാമത്തായി കിട്ടുക, ഈമാനോടുകൂടെ മൗത്താവുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് പലപ്പോഴും എല്ലായിടത്തും ജനറലൈസേഷൻ ആൻഡ് സിംപിളൈസേഷൻ കടന്നുകൂടിയിട്ടുണ്ട്. സാമാന്യവൽക്കരണവും നിസ്സാരവൽക്കരണവും. ഇസ്ലാമികമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസമാണ്, അസാധ്യമാണ്, നടക്കാത്ത കാര്യമാണ് എന്നാണ് പലരുടെയും പറച്ചിലും പലരുടെയും വിചാരവും ധാരണയും ഒക്കെ അങ്ങനെയാണ്. കുറച്ചൊക്കെ കണ്ണു ചുമ്പണം, കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കണം, കുറച്ചൊക്കെ വിട്ടുവീഴ്ച വേണം എന്ന ഒരു ഭാവം. ഇത് പാകിസ്ഥാനൊന്നുമല്ലല്ലോ, സൗദി അറേബ്യ ഒന്നുമല്ലല്ലോ. നമുക്ക് സാധ്യമാകുന്ന വിഷയങ്ങളിൽ പോലും, ഞാൻ എല്ലാത്തിലുമല്ല പറയുന്നത്, ഒരു തടസ്സവുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ കൂളായി ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളിൽ പോലും നമ്മൾ നിസ്സാരവൽക്കരണം, സാർവത്രികത വരുത്തിയിട്ട് നമ്മൾ അതിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ തെറ്റിൻ്റെ സാഹചര്യങ്ങൾ, തെറ്റിൻ്റെ സാർവത്രികത തെറ്റ് ചെയ്യാനുള്ള അംഗീകാരമായി, സമ്മതപത്രമായി, ന്യായീകരണമായിട്ടും ഇന്ന് ആധുനിക മുസൽമാൻ കാണുന്നു. അയാൾ അങ്ങനെ ചെയ്തില്ലേ, ഇയാൾ ഇങ്ങനെ ചെയ്തില്ല, അവരൊക്കെ ഇപ്പം അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ഇപ്പം എല്ലാവരും ചെയ്യുന്നില്ലേ, നമ്മൾ മാത്രം നോക്കിയിട്ട് എന്താ കാര്യം? ഇങ്ങനെയുള്ള ഒരു നിസ്സാരവൽക്കരണം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റു ചില ആളുകൾ പറയും, അവസാന കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നബി പറഞ്ഞിട്ടില്ലേ, ലോകാവസാനല്ലേ, കാലാവസാനല്ലേ, കാലത്തിൻ്റെ അവസാനല്ലേ, അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും നമ്മൾ സമാധാനിക്കേണ്ട ഒരു വിഷയമല്ല. അതിലൊക്കെ നമ്മൾ ലോകത്തിൻ്റെ അവസാനം, കാലാവസാനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? എന്നെ കൊണ്ട് ലോകാവസാനത്തിന്റെ കാരണങ്ങൾ അലാമാത്തായിട്ടുള്ള ഒന്നും എൻ്റെ കാരണം കൊണ്ടുണ്ടാവരുത്, എന്നിൽ നിന്നത് സംഭവിക്കരുത് എന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നില്ലേ, അവർ ചെയ്തില്ലേ, എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ലേ, അത് നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ഖബറിലേക്ക് ഞാനേ ഉണ്ടാവൂ. നമ്മുടെ ഖബറിലേക്ക് നമ്മൾ, അവരാരും നമ്മുടെ കൂടെ വരില്ലല്ലോ. ബർസഖി ജീവിതത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ഹിസാബ് നേരിടേണ്ടി വരില്ലേ? ആ ഒരു ചിന്തയിൽ നിന്നാവണം നമ്മുടെ ജീവിതം നമ്മൾ പടുത്തുയർത്തേണ്ടത്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞു പോയ ജീവിതത്തിൽ സംഭവിച്ചു പോയതിൽ ദുഃഖം ഉണ്ടാവുക, സങ്കടമുണ്ടാവുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഹരജ് സമർപ്പിക്കുക, അള്ളാഹുവിനോട് പാപമോചനം നടത്തുക, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ആ കുറ്റബോധമാണ് നമ്മുടെ ഖൽബിൽ ഉണ്ടായാൽ, ആ കുറ്റബോധം, ഇസ്തിഗ്ഫാറിൻ്റെ മനോഭാവം എപ്പോഴും നമ്മുടെ ഖൽബിൽ വേണം. എന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ മുജാലസാത്തു സ്വാലിഹീന, നല്ല ആളുകളുമായിട്ട് സജ്ജന സമ്പർക്കം, നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, കമ്പനിയാവുക, നല്ല ആളുകളോടുള്ള സഹവാസവും നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം നന്നായി മരിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അത് അങ്ങനെയാവണം. നമ്മൾ ചെയ്യുന്ന ഏത് മേഖലകളിലായാലും, ഏത് ഫീൽഡിലായാലും, പ്രവാസ ലോകത്തായാലും, എവിടെയായാലും നമ്മൾ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യവും മാർഗവും നന്നായിക്കൊണ്ട്, നിയ്യത്ത് നന്നാക്കിക്കൊണ്ട്, ലക്ഷ്യം നന്നാക്കിക്കൊണ്ട്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമല്ലാത്ത ഏതും, ഹറാമല്ലാത്ത, കറാഹത്തല്ലാത്ത ഏത് കാര്യങ്ങളും നമ്മൾ നല്ല ലക്ഷ്യത്തോടെ ചെയ്യുമ്പോൾ അതൊക്കെ പുണ്യകരമായി മാറും. പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ലക്ഷ്യവും മാർഗവും നന്നാക്കിയാൽ മതി. അപ്പം നമ്മൾ ഏത് ഫീൽഡിലായാലും, ഏത് മേഖലയിലായാലും നല്ല ലക്ഷ്യത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്താൽ എല്ലാം നമുക്കൊക്കെ നന്നായി മരിക്കാൻ, അവസാനം ഹുസ്നുൽ ഖാത്തിമ, ആഖിബത്ത് നന്നാവാൻ കാരണമാകും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രവാസികൾക്ക് വേണ്ടി പറയാതെ വയ്യ എന്ന പരിപാടി അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട്